വിധുബാല ഭാഗം 8. ശ്രീയെ ചേർത്ത് പിടിച്ചുകൊണ്ടവൾ ബൈക്കിൽ ഇരിക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സ് മുഴുവൻ കോളേജിൻ്റെ വർണ്ണലോകത്ത് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ബൈക്കിൻ്റെ ഇടത് കണ്ണാടിയിലൂടെ ഇടയ്ക്കിടയ്ക്ക് ശ്രീ ശ്രദ്ധിക്കുന്നത് പോലും അവൾ അറിഞ്ഞതേയില്ല. വിവാഹം കഴിഞ്ഞുള്ള തൻ്റെ ആദ്യ പഠനത്തിന് വീണ്ടും ആരംഭം കുറിക്കാൻ പോകുന്നുവെന്ന ചിന്ത അവളെ വളരെയേറെ സന്തോഷവതിയാക്കി. പെട്ടെന്നാണ് അവളൊരു ചോദ്യം ചോദിച്ചത്. ശ്രീയേട്ടാ. വണ്ടികളുടെ ശബ്ദതരംഗങ്ങൾക്കിടയിൽ ശ്രീ അത് കേട്ടില്ല. വീണ്ടും അവൾ തൊട്ടു വിളിച്ചു. ശ്രീയേട്ടാ. പെട്ടെന്ന് ഹെൽമറ്റിനുള്ളിൽ നിന്നും എന്താ വിധു എന്ന മറുചോദ്യവും ഉയർന്നു വന്നു. ശ്രീയേട്ടാ. ക്ലാസ് തുടങ്ങിയാൽ ശ്രീയേട്ടൻ എന്നെ എന്നും ഇങ്ങനെ ബൈക്കിൽ ചേർത്തിരുത്തി കൊണ്ടുവിടുമോ? അത് വേണോ വിധു? അവനൊരു തമാശയോടെ ചോദിച്ചു. വേണം. ഇനിയുള്ള നാളുകൾ അങ്ങനെയുള്ളതാകട്ടെ ശ്രീയേട്ടാ. എനിക്ക് എല്ലാവരോടും വിളിച്ചു പറയാലോ, എൻ്റെ ഹസ്ബൻഡ് ഒരിക്കലും ഭാര്യയുടെ ആഗ്രഹങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന വ്യക്തിയല്ലെന്ന്. ഇതിൽ പരം സന്തോഷം എന്തു വേണം? അവളുടെ സംസാരം കേട്ടുകൊണ്ടവൻ പതിയെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വിധു, എന്നെ നീ പൊക്കി പൊക്കി എങ്ങോട്ടേക്കായി കൊണ്ടുപോകുന്നത്? നമ്മൾ സഞ്ചരിക്കുന്നത് ബൈക്കിലാട്ടോ, വിമാനത്തിലല്ല. നീ എന്നെ താഴത്തൂടെ പോകാൻ അനുവദിച്ചാൽ മാത്രം മതിയടോ. അവൻ്റെ കുസൃതി നിറഞ്ഞ ആ മറുപടി കേട്ടവൾ അവൻ്റെ അരയിൽ ഒന്നുകൂടി മുറുക്കി പിടിച്ചു. റോഡിൽ നിറയെ വാഹനങ്ങൾ. ഓരോ വണ്ടികളും തൊട്ടുരുമി പോകുന്നത്രയും അരികിലൂടെ ചീറിപ്പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി അധിക ദൂരമില്ല അവളുടെ സ്വപ്നങ്ങളിലേക്ക് പറന്നിറങ്ങാൻ. അവിടെ കാണുന്ന ആ നീണ്ട പാലത്തിനപ്പുറമാണ് അവളുടെ കോളേജ് ജീവിതം വീണ്ടും തുടരാൻ പോകുന്നതെന്ന ആത്മവിശ്വാസത്തോടെ അവൾ ആ കണ്ണുകൾ കൊണ്ട് ശ്രദ്ധാപൂർവം അവിടേക്ക് വീക്ഷിച്ചു. രണ്ടു നാടുകളെ കൂട്ടിയിണക്കുന്ന മനോഹരമായ ആ പാലത്തിൻ്റെ വീതിയിലേക്ക് അവർ പതിയെ വണ്ടി തിരിച്ചു കയറ്റി. പെട്ടെന്ന് വളരെ വേഗതയോടെ അവരുടെ ബൈക്കിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് പിറകിൽ നിന്നും ഇടിച്ചു കയറി വന്ന മറ്റൊരു വാഹനം ആ ബൈക്കിൻ്റെ നിയന്ത്രണത്തെ തെറ്റിച്ചു കളയുന്നു. സ്പീഡിൽ മുന്നേറിയ ആ വാഹനത്തിൻ്റെ വേഗതയിൽ ചില വണ്ടികളെല്ലാം പരസ്പരം തെന്നിമാറി. ശ്രീയുടെ ബൈക്ക് മറ്റൊരു വാഹനത്തിൽ തട്ടിയ ആഘാതത്തിൽ രണ്ടുപേരും തെറിച്ചു വീണു. വിധു എന്ന വിളിയോടുകൂടി ശ്രീ പാലത്തിൽ നിന്നും താഴേക്ക് വീണു. കാഴ്ചക്കാരെല്ലാം ഞെട്ടിക്കുന്ന തരത്തിലുള്ള ആക്സിഡൻ്റായിരുന്നു അത്. രക്തം വാർന്നൊലിച്ചുകൊണ്ട് കിടക്കുന്ന വിധുവിനെ ആളുകൾ ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. താഴേക്ക് വീണുപോയ ആ ചെറുപ്പക്കാരനായുള്ള തിരച്ചിലുകളായിരുന്നു പിന്നീടുള്ള നേരങ്ങളിൽ മുഴുവനും. കുത്തൊഴുക്കുള്ള ആ പാലത്തിനടിയിലെ വെള്ളത്തിൽ വീണുപോയവരാരും ഇതുവരെ തിരിച്ചു വന്ന ചരിത്രമുണ്ടായിട്ടില്ലെന്ന് നാട്ടുകാരിൽ ചിലരെല്ലാം അടക്കം പറയാൻ തുടങ്ങി. നിമിഷ നേരം കൊണ്ട് ആ പരിസരം മുഴുവൻ പോലീസുകാരുടെയും രക്ഷാപ്രവർത്തകരുടെയും ഇടമായി മാറുകയായിരുന്നു. ചാനലുകാരുടെയും ജനങ്ങളുടെയും തിക്കും തിരക്കും ആ കാഴ്ച കാണാൻ വേണ്ടി മുകളിൽ നിന്നും ഏന്തി വലിഞ്ഞെത്തി നോക്കി. നിമിഷ നേരം കൊണ്ട് ആ പരിസരം മുഴുവനും തിക്കും തിരക്കുമായി മാറി. രക്ഷാപ്രവർത്തകരുടെ ഇടപെടലും അവരുടെ ആത്മാർത്ഥത നിറഞ്ഞ സമർപ്പണവും കണ്ടുനിന്നവർക്ക് കൂടുതൽ വിശ്വാസം നൽകി. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെയോ അല്ലെങ്കിൽ അതിനപ്പുറമോ അവിടെ നിന്നും അവർക്കൊന്നും കണ്ടുകിട്ടിയില്ല. കുത്തൊഴുക്കിലെ വെള്ളത്തിൽ ഒഴുകിയതാണോ? അതുമല്ലെങ്കിൽ പുഴയുടെ അഗാധ ഗർത്തങ്ങളിലേക്ക് അകപ്പെട്ടു പോയതാണോ? ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാതെ ഒരു ചോദ്യചിഹ്നമായി ഇതിനോടകം ആ ചെറുപ്പക്കാരനും മാറിക്കഴിഞ്ഞിരുന്നു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ എല്ലാവരും പുഴയിലെ തിരച്ചിൽ അവസാനിപ്പിച്ചു കരയിലേക്ക് കയറി. കയറി വന്നവരുടെ കൂട്ടത്തിൽ ഒരാൾ ശ്രീറാം ധരിച്ചിരുന്നതെന്ന് സംശയിക്കുന്ന ഒരു ഷൂസ് മാത്രമായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് അവിടേക്ക് കടന്നു വന്നു. കിട്ടിയ തെളിവിനെ പോലീസുകാർ ഭദ്രമായി പൊതിഞ്ഞു കവറിലാക്കി. അപകടം നടന്ന സ്ഥലത്തെ നിരീക്ഷണവും അവസാനിപ്പിച്ചു. അല്പസമയത്തിന് ശേഷം JCB ഉപയോഗിച്ച് ചിതറിപ്പൊട്ടിക്കിടക്കുന്ന ആ ബൈക്കിൻ്റെ അവശിഷ്ടങ്ങളെയെല്ലാം വാരിക്കൂട്ടി അവിടെ വീണ്ടും പഴയതുപോലെ വൃത്തിയാക്കി മാറ്റി. 2 ദിവസം ചാനലുകളിലും പത്രങ്ങളിലും നടന്ന അപകടത്തെ സംബന്ധിച്ചുള്ള വാർത്തകളും ഫ്ലാഷ് ന്യൂസുകളും നിരന്തരമായി നിറഞ്ഞു നിന്നു. കണ്ണീരിൽ കുതിർന്ന ഓരോ ദൃശ്യങ്ങളെയും പകർത്തിയെടുക്കാനുള്ള കഴിവ് ക്യാമറ കണ്ണുകൾക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പുതിയൊരു വാർത്തയും കേസും കിട്ടുന്നതുവരെ ശ്രീറാമിൻ്റെ മിസ്സിങ്ങും നല്ല രീതിയിൽ അന്വേഷിച്ചു കൊണ്ടിരുന്നു. പിന്നെ അതും വെറും ഒരു പ്രഹസനമായി തീർന്നു. എന്നാൽ
ഇതിലൊന്നും സമാധാനം കണ്ടെത്താനോ ആശ്വസിക്കാനോ കഴിയാതെ വേദനിച്ചു പിടയുന്ന ഒരു മനസ്സുമായി ജീവിതത്തെ നോക്കിക്കരഞ്ഞിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു അവിടെ. വിധുബാല. കാലിനും കൈക്കും ചെറിയ പൊട്ടലുകളോടെയാണ് അവൾ ഉണർന്നെഴുന്നേറ്റത്. വീഴ്ചയുടെ ആഘാതം അവളുടെ ശരീരത്തെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. ശ്രീയെക്കുറിച്ച് ഒരു വിവരവുമില്ലെന്ന സത്യം അതിലും വലിയ വേദനയായി ആ മനസ്സിനെ തേടിയെത്തിയപ്പോൾ രക്ഷപ്പെട്ടു പോയ തൻ്റെ ശരീരത്തെയോർത്ത് അവൾ നിരന്തരം ശപിച്ചുകൊണ്ടേയിരുന്നു. പ്രതീക്ഷകൾക്ക് വിപരീതമായി സംഭവിച്ച കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ഓരോ നിമിഷവും വിധു വേദനിക്കുകയായിരുന്നു. കടുത്ത നിരാശയിൽ ആഴ്ന്നിറങ്ങിയ അവൾ ആത്മഹത്യാ പ്രവണതകളും ചെയ്തു തുടങ്ങി. ശ്രീറാമിൻ്റെ വീട്ടുകാരും പൂർണ്ണമായും ഉപേക്ഷിച്ച നിലയിലായിരുന്നു അവളുടെ അവസ്ഥ. ഏട്ടത്തിയമ്മയുടെ ആഗ്രഹം പോലെ വീടും വീട്ടുകാരും അവളുടെ അധീനതയിലായി മാറിയ സാഹചര്യവും വൈകാതെ അവിടെ കടന്നു വന്നു. പാതി വഴിയിൽ തനിച്ചാക്കിപ്പോയ ശ്രീയുടെ അടുത്തേക്ക് തന്നെ താനും പോകുമെന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നൊരു നേരത്താണ് അവളുടെ ശരീരത്തിൽ സംഭവിച്ച മറ്റൊരു മാറ്റത്തെക്കുറിച്ച് ഡോക്ടർമാർ അവൾക്ക് വിവരം നൽകിയത്. തുടരും. വിധുബാലയ്ക്ക് സംഭവിച്ച മാറ്റം എന്താണെന്ന് അടുത്ത എപ്പിസോഡിൽ പറയാം. അതുവരെ നിങ്ങളെല്ലാവരും കാത്തിരിക്കണം, സപ്പോർട്ട് ചെയ്യണം.